പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്രൗട്ട്സ് കൊണ്ടുള്ള ഒരു ബാജിയാണ്. അതായത് കുരിപ്പിച്ച പയറുകൾ കൊണ്ട്. ഞാനിവിടെ എല്ലാം കൂടി മിക്സ് എടുത്തേക്കുന്നത്. അതായത് വെള്ളപ്പയറ്, പച്ചപ്പയറ്, കടല, വെള്ളക്കടല, ചുമന്ന കടല, ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തോ അല്ലാതെ ഒരു ഐറ്റം മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുരിപ്പിച്ചതിന് ശേഷം 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പയറ് എങ്ങനെയാണ് കുരിപ്പിച്ചെടുക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ തന്നെ സ്പ്രൗട്ട്സ് ഉണ്ടാക്കേണ്ട വിധം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സലാഡ് എങ്ങനെ ഉണ്ടാക്കാം അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇല്ലാതെ എങ്ങനെ ബാജി ഉണ്ടാക്കാം അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് സാധാരണ തോരൻ പോലെ തേങ്ങ ഇട്ടിട്ട് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏത് വേണമെങ്കിലും എടുക്കാമേ, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. എണ്ണ ചൂടായ ശേഷം ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം മീഡിയം സൈസ് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വാടട്ടെ, ഒത്തിരി അങ്ങ് വയളണ്ട. ഉള്ളി വയളാനായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇതിന് വെളുത്തുള്ളി ഇത്ര കൂടുതൽ വേണേ. പച്ചമുളക് ഞാനിപ്പോൾ ഒരു 4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒത്തിരി വേണ്ട ഇഞ്ചി. കറിവേപ്പില, ലേശം മഞ്ഞൾപ്പൊടി, കായം ഒരു 2-3 നുള്ളു കാണും. ഈ കായവും ഇഞ്ചിയൊക്കെ ചേർക്കുന്ന ഈ പയറെന്ന് പറയുന്ന ചിലർക്ക് വയറ് പെരുകാനോ ഗ്യാസോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ദഹനക്കുറവോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മൾ ഒരുമാതിരിപ്പെട്ട കറികളിലെല്ലാം ഈ കായം ചേർക്കുന്നത്. കായം, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അതിന് സഹായിക്കുന്നതാണ്. അപ്പൊ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റായി, അത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന സ്പ്രൗട്ട്സ്, അതായത് കുരിപ്പിച്ച പയറ് ഇട്ട് കൊടുക്കാം. ഇത് 300 ഗ്രാം ഉണ്ട്. അതായത് കുരിപ്പിക്കുന്നതിന് മുമ്പല്ല, കുരിപ്പിച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം 300 ഗ്രാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് അല്പം വേവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം തീയിലൊന്ന് വേവിക്കാം. ഇപ്പൊ പയറ് ഒരു 1/2 ഭാഗം വെന്തു, വെള്ളം ഏകദേശമൊക്കെ പറ്റാറായി. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല ചുമന്ന കളറുള്ള എടുത്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമല്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമേ. ഇനി തീ ലേശം ഒന്ന് കുറച്ചിടാം. നമ്മൾ മീഡിയം തീയിലാണ് ഇട്ടിരുന്നത്. തീ കുറച്ചിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ തക്കാളി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇളക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോ എന്റെ കൈക്ക് 1 പിടിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. കുറച്ച് ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകം, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇത്. ഇത് ഓപ്ഷണലാ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇത് മൊത്തത്തിലൊന്നും ഇളക്കണ്ട, ജസ്റ്റ് മണ്ടേന്ന് ഇച്ചിരി ഇങ്ങനെ ഇളക്കി വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇനി തീ തീരെ കുറച്ചിട്ടേരെ ആവി കിടന്ന് വേവട്ടെ. ഇപ്പൊ മസാലയൊക്കെ വെന്തേന്റെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഉപ്പ് സവാളയിൽ ഇട്ടത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ചേർക്കാമേ. ഇപ്പൊ പയറ് നന്നായിട്ട് വെന്തു, ലേശം വെള്ളമയമുണ്ട്. അത് മാറാൻ വേണ്ടി നമുക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കാം. പയറ് വേവുന്നത് മൊത്തത്തിൽ നല്ലോലെ അങ്ങ് വേവണോ ഇച്ചിരി അല്ലാതെ കിടക്കണോ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാമേ. ഞാനിപ്പോ മൊത്തത്തിലൊന്നും വേവിക്കുന്നില്ല. ഈ പരുവത്തി ഓഫ് ചെയ്യുക. ഈ വെള്ളം ഒന്ന് പറ്റിച്ചേച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്.